SFI 35ാമത് സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഇന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് മുഖ്യമന്ത്രിയാണ്. വിജിൻ വായാന്തോടുണ്ട് വിശദാംശങ്ങളുമായി. തുടർച്ചയായി SFIക്ക് നേരെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്കുള്ള ശക്തമായ മറുപടിയായിരുന്നു രാവിലെ നടന്ന വിദ്യാർത്ഥി റാലി. 35ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള വിദ്യാർത്ഥി റാലിയിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ് അണിനിരന്നത്. തുടർന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നല്ല ദിശയിലാണ് SFI വിദ്യാർത്ഥികളെ നയിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംശുദ്ധമായ പ്രവർത്തനം തുടരാൻ വിദ്യാർത്ഥികളെ മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. ഒന്നിൻ്റെ മുന്നിലും ഒരു തരത്തിലുള്ള മർദ്ദന സംവിധാനങ്ങളുടെ മുന്നിലും പതറാതെ മുന്നോട്ട് പോയ ചരിത്രമാണ് SFIക്കും SFIയിൽ അണിനിരന്ന വിദ്യാർത്ഥി സഖാക്കൾക്കുമുള്ളത്. SFIക്കാർ ആക്രമിക്കപ്പെട്ടാലോ കൊല ചെയ്യപ്പെട്ടാലോ അതൊന്നും ഒരു പ്രധാന പ്രശ്നമല്ല എന്ന മട്ടിലുള്ള നിലപാടാണ് പൊതുവെ വലതുപക്ഷ മാധ്യമങ്ങൾ സ്വീകരിക്കാറ്. നല്ല ഭാവി നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളിപ്പോൾ തുറന്നു പോകുന്ന രീതിയിൽ സംശുദ്ധമായ രീതികൾ തുടരുക. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കാതിരിക്കുക. തെറ്റിനെതിരെ നല്ല തോതിൽ പടപൊരുന്ന നില സ്വീകരിക്കുക. അങ്ങനെ SFIയുടെ പ്രത്യേകത കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. വൈകുന്നേരം ആരംഭിച്ച പ്രതിനിധി സമ്മേളനം ഇന്ത്യയിലെ ക്യൂബൻ അംബാസഡറാണ് ഉദ്ഘാടനം ചെയ്തത്. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം തുടരേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മിപ്പിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ചെഗുവേരയുടെ വാക്കുകൾ ഉദ്ധരിച്ച് അദ്ദേഹം വിദ്യാർത്ഥികളോട് സംവദിച്ചു. വിദ്യാർത്ഥികളെ ക്യൂബയിലേക്ക് ക്ഷണിച്ചാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. The only thing that's playing the Cuban resistance is first of all the unity of the Cuban population, but also the international campaign that every day we see in any part of the world defending the Cuban revolution, the right of Cuba to be a self-determination country, the sovereign of the Cuban people, and the right to build its own system based on the support of its own population. സംസ്ഥാന സെക്രട്ടറി PM.R. ഷോ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേൽ നാളെയും ഗ്രൂപ്പ് ചർച്ച തുടരും. തുടർന്ന് പൊതുചർച്ചയും മറുപടിയും നടത്തി പുതിയ ഭാരവാഹികളെയും കമ്മിറ്റിയെയും തിരഞ്ഞെടുത്താകും സമ്മേളനം പിരിയുക.